പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള അർബൻ എക്കണോമിക്സ് അതിന്റെ മൊഡ്യൂൾ 3യിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മൊഡ്യൂൾ 4 കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മൊഡ്യൂൾ 3 നോക്കാവുന്നതാണ്. Labor market and urban labor market. Labor market refers to supply and demand for labor, where workers seek employment and employees seek workers. Labor market പറഞ്ഞാൽ വർക്കേഴ്സ് എന്ത് ചെയ്യാണ്, ജോലി ചെയ്യാൻ തയ്യാറാകുകയും അതുപോലെ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുക, വർക്കേഴ്സിനെ ആവശ്യപ്പെടുകയും ചെയ്യുന്ന മാർക്കറ്റിനെ എന്ത് പറയാം, ലേബർ മാർക്കറ്റ് എന്ന് പറയാം. അർബൻ ലേബർ മാർക്കറ്റ് സ്പെസിഫിക്കലി ഫോക്കസ് ഓൺ ഡൈനാമിക് വിത്തിൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിലുള്ള ലേബർ മാർക്കറ്റിനെ അർബൻ ലേബർ മാർക്കറ്റ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇൻഡസ്ട്രി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ലേബർ മാർക്കറ്റ് ആണ് അർബൻ ലേബർ മാർക്കറ്റ്. ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് എക്കോണമീസ്. Developed economies are highly industrialized with advanced technological infrastructure, high living standard and stable economies. Developed economies എന്ന് പറയുന്നത് വളരെ അധികം ഒരു ഹൈലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്കോണമി എന്ന് പറയാം. ഡെവലപ്ഡ് എക്കോണമീസ് എന്ന് നമ്മൾ പറയാം. അവിടെ ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും, സ്റ്റേബിൾ എക്കോണമി ആയിരിക്കും. അവിടെ വലിയ വ്യവസായവൽക്കരണം നടന്നിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും. ഓക്കെ. എന്നാൽ ഡെവലപ്പിംഗ് എക്കോണമീസ് ആർ in the process of industrialization face challenges such as lower income level, poorer infrastructure and reliance on agriculture. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷനുള്ള പ്രോസസ്സിലേക്കുള്ള, അത് ഡെവലപ്ഡിലേക്ക് പോകുന്ന പ്രോസസ്സിലേക്കുള്ള എക്കോണമി എന്ന് പറയാം. ഡെവലപ്പിംഗ് എക്കോണമി അവർ പല ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ലോവർ ഇൻകം ലെവൽസ്, പുവറർ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അഗ്രികൾച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിതമായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. ഇനി അടുത്ത ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടർ കൺസിസ്റ്റ് ഓഫ് സ്മോൾ അൺഓർഗനൈസ്ഡ് ബിസിനസ് ആൻഡ് വർക്കേഴ്സ് ഹു ആർ നോട്ട് ഫോർമലി എംപ്ലോയിഡ് ഓർ പ്രൊട്ടക്റ്റഡ് ബൈ ലേബർ ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലി എംപ്ലോയിഡ് ചെയ്യാത്ത സെക്ടറിനെ എന്ത് പറയാം, ഇൻഫോർമൽ സെക്ടർ എന്ന് പറയാം. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള അൺഓർഗനൈസ് ചെയ്തിട്ടുള്ള സെക്ടറിനെ എന്ന് പറയാം ഇൻഫോർമൽ സെക്ടർ എന്ന് പറയാം. അവർക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ലേബർ ലോ ഒന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ദീസ് സെക്ടേഴ്സ് ഇൻക്ലൂഡ് സ്ട്രീറ്റ് വെൻഡേഴ്സ്, casual laborers and other types of non-regulated employment. എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിൽ ജോലി, സ്ട്രീറ്റ് വെൻഡേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാഷ്വൽ ലാബേഴ്സ്, ദിനം കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകൾ. ഇതിന്റെ സെക്ടർ, അത് ഉൾക്കൊള്ളുന്ന സെക്ടറാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയാം. ഇൻഫോർമൽ വർക്കർ എന്ന് പറയാം. ഇൻഫോർമൽ വർക്കേഴ്സ് ആർ ദോസ് എംപ്ലോയിഡ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എന്ത് പറയാം, ഇൻഫോർമൽ വർക്കർ എന്ന് പറയാം. അവർക്ക് ലോ പേയിങ് ആയിരിക്കും, നോൺ പെർമനന്റ് ജോബ് വിത്ത് നോൺ സോഷ്യൽ സെക്യൂരിറ്റി, ലീഗൽ പ്രൊട്ടക്ഷൻ. അവർക്ക് കുറഞ്ഞ സാലറി ഉണ്ടായിരിക്കുള്ളൂ, പെർമനന്റ് ജോബ് ഉണ്ടായിരിക്കില്ല, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല, ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ. ഇനി അടുത്ത് ലേബർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ലേബർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ റെഫേഴ്സ് ടു ദ ഡിവിഷൻ ഓഫ് ദ ലേബർ മാർക്കറ്റ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് സബ് മാർക്കറ്റ് ഓർ സെഗ്മെന്റ്. ലേബർ മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് എന്ത് പറയാം, സബ് മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുന്നതിന് ലേബർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയാം. അത് അതിന്റെ different types of job, wage, working condition prevail. This often leads to inequality in terms of opportunities, pay and career advancement. Labor market dualism. Labor market dualism refers to the division of labor market into two segments. Labor market ne രണ്ടായിട്ട് തരംതിരിക്കാം. One that offers secure, well paid job with benefit. അതിനെ ഫോർമൽ സെക്ടർ ഒന്ന് ഫോർമൽ സെക്ടർ ആയിരിക്കും. അവിടെ സെക്യൂർ ആയിട്ടുള്ള വെൽ പെയ്ഡ് ജോബ് വിത്ത് ബെനിഫിറ്റോട് കൂടി ജോലി ചെയ്യുന്ന ആ മാർക്കറ്റിനെ നമ്മൾ ഫോർമൽ സെക്ടർ എന്ന് പറയും. അനദർ വിത്ത് ലോ വേജ് ഇൻസെക്യൂർ ജോബ് വിത്തൗട്ട് ബെനിഫിറ്റ്. ലോ വേജിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ജോബ് ആയിരിക്കും, വിത്തൗട്ട് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതിനെ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയും. ദീസ് ഡ്യുവൽ സ്ട്രക്ചർ ഓഫൻ റിസൾട്ട് ഇൻ ഇനീക്വാലിറ്റി ആൻഡ് ലിമിറ്റഡ് അപ്വാർഡ് മൊബിലിറ്റി. അടുത്ത ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഇസ് ദ പ്രോസസ് by which business, technologies, cultures and economies become interconnected across the world, leading to increased trade, investment and cultural exchange. Globalization എന്ന് പറയുന്നത് ബിസിനസ്സും ടെക്നോളജിയും ലോകം ഒരു ഇന്റർകണക്റ്റഡ്, എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു ഇന്റർകണക്റ്റഡ് വേൾഡ് ആയിരിക്കും. ലീഡിങ് ടു ഇൻക്രീസ്ഡ് ട്രേഡ് ഇൻക്രീസ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യും, കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിനെ ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. ഇനി നമ്മൾ മൊഡ്യൂൾ 4 ആണ് ഇതിൽ പറയുന്നത്. JNNURM, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. ഇത് 2005 ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ്.
പ്രൊവൈഡിങ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് സർവീസ് ടു സിറ്റീസ് ആൻഡ് ടൗൺസ് ഇൻ ഇന്ത്യയിലെ ടൗണുകൾക്കും സിറ്റികൾക്കും എന്ത് ചെയ്യാണ് ബേസിക് സർവീസും ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ എന്ന് പറയുന്നത്. അർബൻ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് ചെയ്യുക, വാട്ടർ സപ്ലൈ ഇംപ്രൂവ് ചെയ്യുക, സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യുക, അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റി നൽകുക. ഇതിലൂടെ എന്ത് ചെയ്യുക അർബൻ ഏരിയയിലെ ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അർബൻ പ്ലാനിംഗ്, it is the process of designing and organizing the physical, social and economic structure of urban area to ensure efficient land use, infrastructure, housing, transportation and service. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് അർബന്റെ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്ന അതിനൊരു ഡിസൈനിങ് ആൻഡ് ഓർഗനൈസിങ് ഒരു പ്ലാന്, അതിനെന്ത് പറയാ അർബൻ പ്ലാനിംഗ് എന്ന് പറയാം. പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഓർഗനൈസിങ് ദ ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് അർബൻ ഏരിയ. അർബൻ ഏരിയയുടെ ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്ത് ഡിസൈനിങ് ചെയ്യുന്ന പ്രോസസ്സിന് അർബൻ പ്ലാനിംഗ് എന്ന്. ഇതിലൂടെ എന്ത് ചെയ്യാണ് എഫിഷ്യന്റ് ലാൻഡ് യൂസ് എൻഷുർ ചെയ്യാണ്, ഇൻഫ്രാസ്ട്രക്ചർ എൻഷുർ ചെയ്യുക, ഹൗസിംഗ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എൻഷുർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനി അടുത്ത് അർബൻ അഗ്ലോമറേഷൻ. Urban agglomeration refers to large densely concentrated area formed by central city and is surrounded suburbs or towns typically characterized by high population density and interconnected urban function such as transportation, trade, commerce. Urban agglomeration എന്ന് പറഞ്ഞാൽ ലാർജ് ഡെൻസിറ്റി കോൺസെൻട്രേറ്റഡ് ഒരു ഏരിയ എന്തായിരിക്കും സെൻട്രൽ സിറ്റിയുടെ സെൻട്രൽ ഏരിയ ഫോംഡ് സെൻട്രൽ സിറ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഹൈലി ഡെൻസിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയാം അർബൻ അഗ്ലോമറേഷൻ എന്ന് നമ്മൾ പറയാം. അർബൻ ഡെവലപ്മെന്റ് പോളിസി. Urban development policy refers to set of guidelines, strategy and action formulated by the government to manage the growth and development of urban area. Urban ഏരിയയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന പോളിസി എന്ന് പറയാം അർബൻ ഡെവലപ്മെന്റ് പോളിസി എന്ന് പറയാം. It focus on improving infrastructure, housing, employment and service. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ്, ഹൗസിംഗ് ഇംപ്രൂവ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് സർവീസ് ഇംപ്രൂവ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അർബൻ പോവർട്ടി ഇഷ്യൂ അഡ്രസ് ചെയ്യുക, സസ്റ്റൈനബിലിറ്റി ഇൻഷുർ ചെയ്യുക, ഇൻക്ലൂസിവിറ്റി എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതോടുകൂടി 4ാമത്തെ മൊഡ്യൂളും അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.